കഥ ഇനിയാണ് ആരംഭിക്കാൻ പോകുന്നത്. അങ്ങനെ ഞങ്ങളുടെ ഒരുപാട് വർഷത്തെ ഏകദേശം 2 വർഷത്തെ പ്ലാനിങ്ങിന് ശേഷം ഞങ്ങൾ യാത്ര പുറപ്പെടുക കേട്ടോ. ഡൽഹി, കാശ്മീർ, ലഡാക്ക് ഇങ്ങനെയൊക്കെയാണ് ഞങ്ങളുടെ പ്ലാനിങ്. ഷൊർണൂരിൽ നിന്നാണ് ഞങ്ങൾ ട്രെയിൻ ബുക്ക് ചെയ്തിട്ടുള്ളത്. ഡയറക്റ്റ് ഡൽഹിക്കുള്ളതാണ്. അങ്ങനെ ഇന്നത്തെ യാത്രയിൽ നമ്മുടെ കൂടെ ഉള്ളത് അജു, ഷിബു, സുഹൈൽ, പിന്നെ ഞാനും. അങ്ങനെ ഞങ്ങൾ 4 പേരാണ് ഈ ഒരു യാത്രയിലുള്ളത് കേട്ടോ. ഞങ്ങളുടെ യാത്രയുടെ ചെറിയൊരു വിവരണം മാത്രമാണ് ഈ ഒരു വീഡിയോയിലുള്ളത്. അങ്ങനെ ഞങ്ങളിങ്ങനെ യാത്രയൊക്കെ തുടർന്നുകൊണ്ടേ ഇരിക്കുക കേട്ടോ. നല്ല അടിപൊളി കാഴ്ചകളും കാര്യങ്ങളൊക്കെ കണ്ടുങ്ങാണ്ട് കൊങ്കൺ വഴിയായിരുന്നു ഞങ്ങളുടെ യാത്ര. പക്ഷേ രാത്രി ആയതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് വീഡിയോസും കാര്യങ്ങളൊന്നും പകർത്താൻ കഴിഞ്ഞില്ല. പക്ഷേ നേരം വെളുത്തപ്പോൾ നല്ല അടിപൊളി കാഴ്ചകളും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ. മധ്യപ്രദേശ്, മഹാരാഷ്ട്ര ഈ സംസ്ഥാനങ്ങളുടെ ട്രെയിന് പോകുന്ന സമയത്ത് ഒരു രക്ഷയില്ലാത്ത കാഴ്ച. ചെറിയ ചാറ്റൽ മഴയും പച്ചപ്പും ഓറഞ്ച് തോട്ടങ്ങളും എല്ലാം വല്ലാത്തൊരു ഫീലായിരുന്നു. ഞങ്ങൾ യാത്രക്കിടയിൽ ഒരു കൊയിലാണ്ടിക്കാരെ ഇക്കാനെ ഞങ്ങൾ പരിചയപ്പെട്ടു. അതുപോലെ തന്നെ ഒരു പാലായിലുള്ള ഒരു ഫാമിലിയും. അങ്ങനെ 2-3 ദിവസം ഈ 2 ഫാമിലി ഞങ്ങളെ കൂടെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അതിമനോഹരമായിട്ടുള്ള കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങളിങ്ങനെ യാത്ര തുടർന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ഞങ്ങളൊരു തീരുമാനം എടുത്തത്. ഡൽഹി എന്നുള്ളത് ആഗ്രയിലേക്ക് പിടിക്കാന്നുള്ളത്. ഡൽഹി എത്തുന്നതിൻ്റെ മുൻപാണ് ആഗ്ര. അപ്പോൾ ഏതായാലും താജ്മഹലും എല്ലാം കണ്ടു കഴിഞ്ഞതിന് ശേഷം ഡൽഹിയിലേക്ക് പോകാമെന്നുള്ളത്. അങ്ങനെ ഞങ്ങൾ ആഗ്ര റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി. അപ്പോൾ ഇതാണ് ഘടാഘടിയന്മാരായിട്ടുള്ള 4 പേര്. അങ്ങനെ ഞങ്ങൾ ആഗ്രയിൽ ഏകദേശം രാവിലെ തന്നെ ഇറങ്ങി. അതിനുശേഷം ഞങ്ങളിങ്ങനെ ടാക്സിയും കാര്യങ്ങളൊക്കെ തപ്പിങ്ങാണ്ട് തിരഞ്ഞെടുക്കുകയാണ്. ഭാണ്ഡങ്ങളൊക്കെ ഇങ്ങനെ ചുമരിലെറിങ്ങാണ്ട്. അപ്പോൾ അങ്ങനെ റെയിൽവേ സ്റ്റേഷൻ്റെ പുറത്തൊക്കെ ഞങ്ങൾ പ്രൈവറ്റ് വെഹിക്കിളാണ് ഞങ്ങൾ വിളിച്ചിട്ടുള്ളത്. അങ്ങനെ ഏകദേശം ഞങ്ങൾ ഏതായാലും ആദ്യം ആഗ്ര ഫോർട്ട് പോകാനാണ് ഞങ്ങൾ തീരുമാനമെടുത്തത്. ആഗ്ര ഫോർട്ട് ഒരു സംഭവമല്ല കേട്ടോ. അതിന് മുന്നിൽ ഭയങ്കര ക്യൂവും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഒരുപാട് തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ ഏതായാലും ഞങ്ങൾ ടിക്കറ്റും കാര്യങ്ങളൊക്കെ എടുത്തുങ്ങാണ്ട് അതിൻ്റെ ഉള്ളിലോട്ട് പോകാനുള്ളൊരു തീരുമാനം എടുത്ത്. കാരണം ഈവനിങ്ങിൽ താജ്മഹൽ പോകാം എന്നുള്ളൊരു തീരുമാനത്തിൽ ആദ്യം ഞങ്ങൾ ഇങ്ങോട്ട് വന്നു. അതിന് മുൻപിന്ന് കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തുങ്ങാണ്ട് ഒരു രക്ഷയില്ലട്ടോ ഇതിൻ്റെ വർക്കും കാര്യങ്ങളൊക്കെ. എന്തായാലും അന്നത്തെ കാലത്തൊക്കെ ഇത് ഇങ്ങനെ ഈ ഒരു രീതിയിൽ വർക്ക് എടുക്കണമെന്നുണ്ടെങ്കിൽ അവരുടെ എഫേർട്ട് എത്രമാത്രം ഉണ്ടായിരിക്കും. ഒരു രക്ഷയില്ല. അവരെ സമ്മതിച്ചേ മതിയാവും. കാണുന്നവരൊക്കെ ഇപ്പോൾ കാണാൻ പോകട്ടോ. കാരണം ഇനി കുറച്ച് കാലം കൂടി കഴിഞ്ഞാൽ ഇതൊന്നും ഉണ്ടാവില്ല. ഇതൊക്കെ പിന്നെ പല ചരിത്രങ്ങളുടെയും ഭാഗമായിട്ട് മാറുന്ന ഒരവസ്ഥയൊക്കെ. അങ്ങനെയാണ് ഇപ്പോൾ നമ്മുടെ നാട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആളുകളൊക്കെ ഇതിൻ്റെ ചരിത്രങ്ങളും കാര്യങ്ങളൊക്കെ ഒന്ന് അറിയാൻ വേണ്ടി കണ്ട് തീർച്ചയായും ഒന്ന് സന്ദർശിക്കുക. ഇതിൻ്റെ എന്താ പറയുക, ടെക്സ്ചറും കാര്യങ്ങളൊക്കെ ഒരു രക്ഷയില്ല. ജഹാംഗീർ ബാത്ത് ഇതൊക്കെ അന്നത്തെ കാലത്ത് ഉപയോഗിച്ചിരുന്ന ഓരോ സാധനങ്ങളാണ്. എന്തായാലും ചരിത്രങ്ങളെ പേടിക്കുന്നവർ എല്ലാം തച്ചെടുക്കുകയാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്തായാലും കൂടുതൽ കാലമൊന്നും ഉണ്ടാവില്ല എന്ന് എനിക്ക് തോന്നുന്നത്. എൻ്റെ ഒരു അഭിപ്രായം മാത്രമാണ്. പക്ഷേ എന്താണെന്നുണ്ടെങ്കിൽ നമ്മളെ ഇന്ത്യയിൽ ഒരുപാട് സംഗതികളുണ്ട് കേട്ടോ. ഇതുമാതിരി ഒരുപാട് പുരാതന കെട്ടിടങ്ങളായിക്കോട്ടെ, ഫോർട്ടുകളായിക്കോട്ടെ. എന്തായാലും ഞങ്ങളിങ്ങനെ ഇതിൻ്റെ ഉള്ളിലോട്ട് പോവുകയാണ്. ഏകദേശം ഞങ്ങളതിൻ്റെ ഉള്ളിലോട്ടൊക്കെ കയറി കഴിഞ്ഞപ്പോൾ ചില ഭാഗത്തു നിന്നുള്ള വ്യൂ, അതായത് നമ്മളെ താജ്മഹൽ എത്ര ഭംഗിയായിട്ടാണ് അറിയോ നമുക്ക് കാണാൻ കഴിയുന്നത്. ഒരുപാട് ചരിത്രങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷെ ആ ചരിത്രങ്ങളൊന്നും നമ്മളിവിടെ പറയാൻ നിൽക്കണില്ല. കാരണം പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് പറയാനുണ്ടാകും. ഒരുപാട് ആളുകൾ വരുന്നു, ഫോട്ടോ എടുക്കണു. പിന്നെ പ്രത്യേകിച്ച് പറയുന്നത് ഇതിൻ്റെ ഉള്ളിലൊക്കെ ഭയങ്കര കൂളിംഗ് ആണ്. അത് എന്താ സംഗതി എന്നറിയില്ല. അന്നത്തൊക്കെ ഇതിൻ്റെ നിർമ്മിതിയുടെ ഭാഗമായിട്ട് പല സാധനങ്ങളും വെച്ചിങ്ങാണ്ട് ചെയ്തിട്ടുണ്ടാവും. അതുകൊണ്ടായിരിക്കാം ഒരുപാട് ആളുകൾ എന്തായാലും എഫേർട്ട് എടുത്തിട്ടുണ്ട് ഇതൊക്കെ ഇങ്ങനെ നിർമ്മിക്കാൻ വേണ്ടിങ്ങാണ്ട്. അതൊക്കെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്, ചരിത്രങ്ങളും കാര്യങ്ങളൊക്കെ. നോക്കൂ, ആ താജ്മഹലൊക്കെ എത്ര അടിപൊളിയായിട്ടാണ് ഇവിടുന്ന് നമുക്ക് വീക്ഷിക്കാൻ കഴിയുന്നത്. പിന്നെ ഇതിൻ്റെ കണ്ടില്ലേ, ഈ ഒരു മുറ്റം തന്നെയല്ലേ ഇത് പറയാം, ഒരു രക്ഷയില്ല അല്ലേ. അങ്ങനെ ഒരുപാട് നേരം ഞങ്ങളുടെ ടൈമൊക്കെ സ്പെൻഡ് ചെയ്ത് കണ്ട് ഞങ്ങൾ ഇങ്ങനെ തിരിച്ചു പോവാണ് കേട്ടോ. അങ്ങനെ അജുവാണ് ഇപ്പോൾ വീഡിയോ എടുത്തുകൊണ്ടിരിക്കണത്. ഞാൻ, സുഹൈൽ, ഷിബു, ഞങ്ങൾ 3 ആൾ ഇതാക്കണം. ഇങ്ങനെ പോണ ഒരു വീഡിയോസാണ്, വിഷ്വലാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഏകദേശം ഞങ്ങൾ പുറത്ത് എത്താനായി. ഇനി അടുത്ത പ്ലാൻ എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് ഇറങ്ങിയതിന് ശേഷം നേരെ താജ്മഹൽ അങ്ങോട്ട് പോകാനാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. അങ്ങനെ ഞങ്ങൾ ആഗ്ര ഫോർട്ടിൽ നിന്നൊക്കെ ഇറങ്ങിങ്ങാണ്ട് ഒരു ചെറിയ റിക്ഷ പിടിച്ചിങ്ങാണ്ട് ഞങ്ങൾ നേരെ താജ്മഹലിൻ്റെ അങ്ങോട്ടോ.
റോഡും കാര്യങ്ങളൊക്കെ ഭയങ്കര തിരക്കും കാര്യങ്ങളാണ്. അങ്ങനെ 2 വെള്ളം ബോട്ടിലും കാര്യങ്ങളൊക്കെ മേടിച്ചങ്ങാണ്ട് ഞങ്ങൾ മെല്ലെ അങ്ങോട്ട് മുന്നോട്ട് നീങ്ങി. ഇത് താജ്മഹലിൻ്റെ അങ്ങോട്ട് പോണ ഒരു ഇടവഴിയാണ് കേട്ടോ. ഈ കാണുന്നത് ഒരു മസ്ജിദാണ്, ഫത്തേപൂരി മസ്ജിദ് എന്നാണ് ഇതിൻ്റെ പേര്. ഇതും തന്നെ ഒരുപാട് ചരിത്രങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. ഒരുപാട് പഴക്കം ചെന്നൊരു മസ്ജിദ് തന്നെയാണ് കേട്ടോ. എന്താ അത്രക്ക് വലിയൊരു മസ്ജിദും കാര്യങ്ങളൊന്നും അല്ല, എന്നാലും വരുന്ന ആളുകൾക്ക് അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലൊക്കെ ഒന്ന് നിസ്കരിക്കാനൊക്കെ ഉള്ളത്. ഇത് അന്നത്തെ കാലത്തൊക്കെ ഉപയോഗിച്ചിരുന്നതായിരിക്കാം. എന്തായാലും ഞാനും അജും പള്ളിയുടെ ഉള്ളിൽ കയറിങ്ങാണ്ട് കുറേ കലാവും കാര്യങ്ങളൊക്കെ വീട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് കലാവ് വീട്ടാൻ വേണ്ടിങ്ങാണ്ട് ഞങ്ങൾ അങ്ങോട്ട് കയറി. ഇതിൻ്റെ ഉൾഭാഗമൊക്കെ അടിപൊളിയാട്ടോ, നല്ല എന്താ പറയുക തണുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ ഏതായാലും ഞങ്ങൾ നിസ്കാരം കാര്യങ്ങളൊക്കെ അങ്ങോട്ട് നിർവഹിച്ചു വിടുന്നു. അതിന് ശേഷം ഞങ്ങൾ മെല്ലെ വിടുന്ന് അങ്ങോട്ട് എസ്കേപ്പായി മെല്ലെ. കാരണം നിസ്കാരത്തിന് ശേഷം അടുത്ത ഞങ്ങളെ പരിപാടിയാണ് താജ്മഹലിൻ്റെ ഉള്ളിൽ കയറുക എന്നുള്ളതാണ്. ഞങ്ങൾ താജ്മഹലിലോട്ട് ഈവനിങ്ങിലാണ് പോകാൻ തീരുമാനിച്ചത്. കാരണം വേറൊന്നുമല്ല, ഭയങ്കര തിരക്കും കാര്യങ്ങളും. ഉച്ചക്ക് പോകുമ്പോൾ ഫുൾ ടൈം അവിടെ തിരക്കും കാര്യങ്ങളൊക്കെ തന്നെയാണ്. പക്ഷെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈവനിങ് ആകുമ്പോൾ ആ ചൂടിനൊക്കെ ചെറിയൊരു കുറവുണ്ടാവുമല്ലോ. അപ്പോൾ അതിന് വേണ്ടിങ്ങാണ്ട് ഞങ്ങൾ ആ ഒരു സമയം തിരഞ്ഞെടുത്തത്. അങ്ങനെ ഞങ്ങൾ ഏതായാലും താജ്മഹലിൻ്റെ ഏകദേശം മുന്നിലെത്തിയിട്ടുണ്ട് കേട്ടോ. ടിക്കറ്റും കാര്യങ്ങളൊക്കെ എടുത്തതിന് ശേഷം ഞങ്ങൾ നേരെ താജ്മഹലിലോട്ട് ഇറങ്ങി. അവിടുന്ന് ഇതുമാതിരി തന്നെ കുറച്ച് ഫോട്ടോസും വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്ത് കുറച്ച് നേരം അവിടെ അങ്ങോട്ട് സ്പെൻഡ് ചെയ്തു. കാരണം ഇതൊക്കെ തന്നെ നമ്മുടെ മെമ്മറിയിൽ ഉണ്ടാവുള്ളൂ. കുറേ കാലം പ്രവാസ ലോകത്ത് പണിയൊക്കെ എടുത്തുങ്ങാണ്ട് ഇത്രയും കാലമായിട്ട് നമ്മൾ സത്യം പറഞ്ഞാൽ ഇന്ത്യ ഒന്നും കറങ്ങിയിട്ടില്ല.